ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റി യോഗം കൊച്ചിയിൽ തുടരുകയാണ്. സമിതിക്ക് മുൻപാകെ വിൻസിയും ഷൈനും നേരിട്ട് ഹാജരായിട്ടുണ്ട്. സമിതിയുടെ അന്തിമ തീരുമാനത്തിന് ശേഷമായിരിക്കും സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ നടപടി എടുക്കുമോ എന്നതിൽ വ്യക്തത വരുത്തുക. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ സമിതികൾക്ക് പുറത്ത് പരാതി നൽകാനില്ല എന്ന് വിൻസി ആവർത്തിച്ച് നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ യോഗങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ, യോഗം പുരോഗമിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക യോഗം കൂടിയിരുന്നു. പക്ഷേ അവർ നൽകുന്ന ഒരു വിശദീകരണം നേരത്തെ എല്ലാ മാസവും നടക്കുന്ന ഫിലിം ചേംബർ കോർഡിനേറ്റ് ചെയ്യുന്ന യോഗത്തിന്റെ ഭാഗമായി മാത്രമാണ്. പക്ഷേ ഇന്ന് ഈ സൂത്രവാക്യം സിനിമയുടെ IC ഉള്ളത് കൊണ്ട് ആ പരാതിയും കൂടി മുന്നിലുള്ളത് കൊണ്ട് അതുകൂടി പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം IC എന്ന് തീരുമാനമെടുക്കുന്നു. അതിനുശേഷം മാത്രമേ പ്രൊഡ്യൂസേഴ്സ് ഫിലിം ചേംബറിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്താണ്. ഇവിടെ ഈ സൂത്രധാരൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള IC ചേരുകയാണ്. നേരത്തെ തന്നെ വിൻസി അലോഷ്യസ് നേരത്തെ തന്നെ ഹാജരായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ അല്പം മുമ്പ് ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം, അച്ഛൻ, അമ്മ, അതുപോലെ സഹോദരൻ തുടങ്ങിയവരും ICക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ICക്ക് മുൻപാകെ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും ഹാജരായിട്ടുണ്ട്. ഇതിനുശേഷം, അതായത് IC എടുക്കുന്ന തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ഫിലിം ചേംബർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക. 7 സംഘടനകളാണ് ഫിലിം ചേംബർ മോണിറ്റർ ചെയ്യുന്നത്. അതേസമയം വനിതാ ശിശുക്ഷേമ വകുപ്പ് വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഫിലിം ചേംബറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് ICയുടെ തീരുമാനത്തിന് ശേഷം, സൂത്രധാരന്റെ ICയുടെ തീരുമാനത്തിന് ശേഷം അക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കണം, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ള കാര്യമായിരിക്കും മറുപടിയായി അറിയിക്കുക എന്നാണ്. എന്തായാലും ഇവിടെ ഇന്റേണൽ കമ്മിറ്റി യോഗം കൂടുകയാണ്. സൂത്രധാര സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ, പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നേരത്തെ തന്നെ ഹാജരായിട്ടുണ്ട്. ICക്ക് മുൻപാകെ ഹാജരായി കഴിഞ്ഞു. എന്തായാലും ഇന്നൊരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നില്ല. കുറച്ച് നടപടിക്രമങ്ങൾ ഇതിനുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനകത്ത് എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അഭിലാഷ്, വിശദാംശങ്ങളാണ് ആജ്ഞ നൽകിയത്. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന കേസ് ആണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മുനമ്പം ജനതയ്ക്ക് വിശ്വാസമാണ്. പക്ഷേ പ്രതിപക്ഷം വഖഫ് ഭേദഗതി നിയമത്തിന് എതിരെ കേസുമായി പോയതോടെ തടസ്സമായി. വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് LDFും UDFും ആണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കി.